ഉറക്കം തന്നെ. തന്നെ ഇതെന്തൊരു കട്ടറുമ്പോ ഇത് ഈ എയർപോർട്ട് ഇട്ടാലേ പറ്റുള്ളൂ. നമ്മള് വെഞ്ഞാറമ്പട്ടി പോയി പല പല പരിപാടികളല്ലേ. ഇതാണ്ട ഇത് പെണ്ണുപിള്ളേരെ ചുരിദാറ്. ഇതിന്റെ വണ്ണം ഒരു 4 ഇഞ്ച് 2 സൈഡിലും കുറച്ചാൽ മാത്രം മതി ഇതില്. എന്നിട്ട് ഒന്ന് അടിക്കുകയും കൊടുക്കുകയാണ്. ഇത് ഇവളുടെ അളവെടുത്തിട്ട് ഒന്ന് ചെറുതാക്കി ഇവളത്. ഇത് കൊച്ചുമോൻ്റെത്, അനിയൻ്റെത്. ഇത് എന്റെ രണ്ടാമത്തത്, ഇത് ഏറ്റവും ഉള്ളത്. ഇന്ന് പറഞ്ഞോട് കണ്ടില്ലേ? ഞാനിപ്പോ 10 കഴിഞ്ഞു. 10 കഴിഞ്ഞു. അങ്ങ് തന്നെ അത് എവിടെയാണ്? അങ്ങ് എല്ലാവരും അങ്ങല്ലേ? UK തന്നെ അല്ലേ? അത് 10th സ്റ്റാൻഡേർഡ് തന്നെ അവിടെ സിലബസ്. അവിടെ GCSE, ഇവിടെ SSLC, അവിടെ GCSE. ഓ ഇതിന്റെ ഷോണ. നിന്റെ അവിടെ നീ കുമ്പളുള്ളതല്ലേ? വെഞ്ഞാറമൂട്ടിലെ അമ്മ ഇപ്പൊ എവിടെയാണ്? വെഞ്ഞാറോട്ടിലാണ് താമസം. അവന്റെ അവളെ അമ്മേടെ വീട് ഇവിടെ ഇല്ലേ? മുല്ലക്കര. ഞാൻ അന്ന് അവിടെ ഉത്സവത്തിന് കണ്ടായിരുന്നു. അവനെ കണ്ടായിരുന്നു കൊച്ചുവനെ മുല്ലക്കര ഉത്സവത്തിന്. അത് തൊട്ട് ആ അമ്പലത്തിന്റെ തൊട്ട് എന്താ കളിക്കുന്നത്? അത് യൂട്യൂബ് നാടൻ വൈബ്സ്. എനിക്ക് തോന്നുന്നത് അല്ല കറക്റ്റ് ആണെന്ന് തോന്നുന്നു. പാവട കറക്റ്റ് ആണെന്ന് ഒന്ന് ഇട്ട് വയ്ക്കണമെങ്കിൽ കുഴപ്പമില്ല. അത് കറക്റ്റ് ആണ്. മറ്റേതുപോലെ തന്നെയല്ലേ പാവട. പാവട വള്ളി ഉള്ളതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. അത് രക്ഷപ്പെട്ടു. ഉടുപ്പ് അതും അവളുടെ തന്നെ. ഇവക്കുള്ളത് കറക്റ്റ് അവൾക്ക് കിട്ടി. പാവട അതുപോലെ ആയിരിക്കും. ഓണക്കോടിയുടെ ഇത് ഓണക്കോടിയല്ല, ഇവളുടെ ബർത്ത്ഡേ. നമ്മള് വെഞ്ഞാറോട്ടില് നെല്ലനാട് റെസ്റ്റോറന്റ് അറിയാമോ? എന്റെ മോളിലൊരു ഹോളുണ്ട്, അവിടെ വെച്ച് ചെയ്യാനുള്ള പരിപാടി. ഓ ഇത് വണ്ണം കുറയ്ക്കണം, മൊത്തം അടിക്കണം. ഇത് അവളുടെ സൈസ് ആക്കണം. എടുത്ത അളവെടുത്താ ഇത്ര എടുത്താ മതിയാ? ഇതൊക്കെ ഷേപ്പ് നോക്കിയാൽ മതി. അപ്പൊ പിന്നെ ഷേപ്പിലാണ് ഇരിക്കുന്നത് എല്ലാം. എപ്പോ വരണം? നീ എന്നത്തേക്കാണ്? അല്ല ഇന്ന് മറ്റേ സുന്ദരേട്ടന്റെ കല്യാണം ഉണ്ട് നാളെ. നിന്റെ നമ്പരല്ലേ? എന്റെ നമ്പറില്ല, എന്റെ മറ്റേ മോളിലത്തെ അവളുടെ നമ്പർ. മോളെ കുറിച്ചോടി ലോക്കാണോ ഫുള്ള്? 702 അമ്പാടി. അമ്പാടി നിട്ടിരുന്നാ മതി. ഞാൻ അപ്പൊ അതിന്റെ സേവ് ചെയ്തോളാം, എന്നിട്ട് ഞാൻ വിളിക്കാം വൈകുന്നേരത്ത്. ശരി എന്നാ പോട്ടാ. ഇത് നമ്മളെ യൂട്യൂബ് ചാനലിൽ അറിയത്തില്ലേ, ലൊക്കേഷൻ ഹണ്ടിങ്. നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ചുമ്മാ എടുക്കും. ഇതുവഴി നിങ്ങൾക്ക് വണ്ടി ഇറങ്ങി വരും ഇവിടെ അല്ലേ?
ഇപ്പൊ ഈ കാറുണ്ടായിരുന്നപ്പോ ഈ റോഡ് ക്ലിയർ ആയി കിടന്നതാണ്. ആണല്ലേ? അമ്മ പോയപ്പോഴത്തേക്ക് ഞാൻ കാറ് വിളിച്ചു. എന്നാ പോയിട്ട് വൈകിട്ട് വരാം. വിളിച്ചിട്ട് വന്നാൽ മതി. ഓ ഇവിടെ എറുമ്പുണ്ടോ? അത്ര എറുമ്പാണ് എടുത്തത്. കാതിൽ തേന്മഴയായി പാടും കാറ്റേ കടലേ. ഇത് ആരുടെ വീടാണോ എനിക്കറിഞ്ഞൂടാ. ആരുടെയൊക്കെ വീടുകൾ കണ്ടാടെ. അത് വിലവെള്ളം മതി. ചാക്കൊന്നും വേണ്ട. അല്ല കേട്ടോ. ആരോ ഇരുന്ന് പഴിഞ്ഞു കുടിക്കുന്നു രാവിലെ അല്ലേ? ഇവിടെ വിനോദന്റെ വീട്ടിൽ പോയത് തുണി കൊടുക്കാണ്ടായിരുന്നു. ഞാൻ റബ്ബർ അറിയാമോ? റബ്ബർ ഷീറ്റ് അതൊക്കറിയാം. അപ്പൊ എപ്പോഴും വെട്ടിയിട്ട് അവിടെ ഇടുമല്ലോ. വീണ്ടും അവരുടെ പണി. ശരിയടേ ശരിയടേ. ആ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. കേട്ടാ. ഇതാണ് വാഴവേലിക്കോണം കേട്ടാ. ഇത് മധുരയുടെ അടുത്തുള്ള ചെറിയ ഒരു സ്ഥലമാണ്. വാഴവേലിക്കോണം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. പണ്ട് ചൊക്കമ്പാറ ഉണ്ടായിരുന്നു ഇവിടെ. ചൊക്കമ്പാറ കേട്ടാ. ചൊക്കമ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. ചൊക്കൻ എന്തിനാണ് ചൊക്കമ്പാറ? ചൊക്കന്റെ നെറ്റിയ. ആര് പറഞ്ഞു? അതെപ്പോ പറഞ്ഞേ? ചൊക്കന്റെ നെറ്റിയ പോലെ എന്നാണ്. ഇതുവഴി തന്നെ പോണത്. മധുരോട്ട് പോണ ഇങ്ങോട്ടില്ല, അത് നേരെ. നമ്മളിതുവഴി എപ്പോഴും വരാത്തോണ്ട് നമുക്ക് വഴികളൊന്നും അത്ര വശമല്ല. നമ്മൾ പോയ വഴിയല്ല തിരിച്ചു വരണത് കേട്ടാ. അപ്പൊ നമുക്ക് വഴി അറിയാമോ? അപ്പൊ നമ്മളെന്ത് ചെയ്യും? ചോദിച്ചു പോവും. ചോദിച്ചു പോവും. വേണ്ട ഇടിച്ചിടിച്ച് നമ്മൾ പോവും. അപ്പൊ നമ്മള് നല്ലൊരു റോഡിൽ വന്ന് ഇറങ്ങും. വേണ്ട നമ്മളെന്ത് ചെയ്യും? പതുക്കെ